ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും ശർക്കരയൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാം. ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. 4 മണിക്ക് സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. നല്ല സ്വാദാണ്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ഇനി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഒരു കടായി അടുപ്പിലോട്ട് വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് ഒരു 15 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടിയും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. തേങ്ങയിലെ വെള്ളമയമൊക്കെ ഒന്ന് പോയിട്ട് ഡ്രൈ ആയാൽ മതി. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. അതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും നല്ല സ്വാദ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ തേങ്ങ ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര തേങ്ങയിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നന്നായി പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കണം കേട്ടോ. അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തവി കൊണ്ട് പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചിതിൽ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ പഴവും തേങ്ങയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ മൈദയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മളിവിടെ ഒരു 3 അച്ച് ശർക്കര 1.5 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടാം. ഇനി ഈ ശർക്കരപ്പാനി കുറേശ്ശെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഈ പരുവമായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയും പഴവും ചേർത്ത മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിക്കാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. വല്ലാതെ ലൂസാവരുത്. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു അയവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഒരു 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തേങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിരിക്കും. ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഇപ്പോൾ ചേർക്കുമ്പോൾ അപ്പത്തിനൊരു നല്ല സ്വാദായിരിക്കും കേട്ടോ. നെയ്യ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിൻ എടുക്കാം. അതിലേക്ക് ഒരു വാഴയില വാട്ടിയിട്ട് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിന്നിന് പകരം വട്ടം കൂടിയിട്ടുള്ള ഒരു ചോറ്റുപാത്രം എടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി അപ്പച്ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 20 to 25 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടുണ്ടോ എന്നൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി അഥവാ സൈഡിൽ നിന്ന് വിട്ടിട്ടില്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് വിടിയിപ്പിച്ചാൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി വാഴയില ഒന്ന് എടുത്ത് മാറ്റാം. വാഴയിലയുടെ ആ ഷേപ്പൊക്കെ അപ്പത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പത്തിൻ്റെ ഫ്രണ്ട് ഭാഗം മുകളിലേക്ക് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയും ശർക്കരയും പഴമൊക്കെ ചേർന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൂടി അടിച്ചിടണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.